ഒയാസിസ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മീഡിയയിലൂടെ ദൈവവചന പഠനത്തിന് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളുടെ ചർച്ചയ്ക്കും മുഖാന്തരമാകുന്ന പഠനങ്ങൾ നടക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. നാം ഇന്ന് ആരാധന എന്നുള്ള ഒരു വിഷയത്തിൻ്റെ പഠനം ഇവിടെ ആരംഭിക്കുകയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധന എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ക്രിസ്തീയ ആരാധനയുടെ പശ്ചാത്തലം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നാം നോക്കിയാൽ മനുഷ്യൻ എപ്പോഴും ആരാധന അർപ്പിക്കുന്നവനാണ്. പുരാതന കാലം മുതലുള്ള മനുഷ്യ ചരിത്രം പഠിച്ചാൽ മനുഷ്യൻ ഏതെങ്കിലും ഒരു ദൈവ സങ്കല്പത്തെ ആരാധിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മനുഷ്യോൽപത്തിയോളം തന്നെ മനുഷ്യൻ്റെ ആരാധനയ്ക്കും മതജീവിതത്തിനും ആധ്യാത്മിക ചിന്തയ്ക്കും പഴക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ആരാധന അർപ്പിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും അവൻ ആരാധനയിലേക്ക് കടന്നു വരുന്നത് ഭയം മൂലമാണ് എന്ന് പല സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനമാണ് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചും വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഏക ഗ്രന്ഥം. അപ്പോൾ തിരുവെഴുത്തുകളിൽ നമുക്ക് മനുഷ്യൻ്റെ പരാജയം, മനുഷ്യൻ്റെ വീഴ്ച, അവൻ്റെ പാപം, അവൻ ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു പാപാവസ്ഥയെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ. ആ മനുഷ്യൻ്റെ മനസാക്ഷിയിൽ ദൈവം തന്നെക്കുറിച്ച് പുരാതന കാലം മുതൽ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എഴുതപ്പെട്ട പ്രമാണങ്ങളോ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ഒരു ദൈവാവബോധം എന്ന് പറയുന്നത് അവൻ്റെ മനസാക്ഷിയിൽ ലോകസൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ദൈവം നിക്ഷേപിച്ചിരുന്നു. ദൈവം അത് അവൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഭാരതീയ മതങ്ങളിലെ ആരാധനാ സമ്പ്രദായത്തെക്കുറിച്ച് നാം പഠിച്ചാൽ ഭാരതത്തിൽ പ്രാഥമികമായി ഉണ്ടായിരുന്ന മതം ദ്രാവിഡ മതമാണ്. അതൊരിക്കലും ഒരു സംഘടിത മതമായിരുന്നില്ല. ബഹുദൈവ വിശ്വാസങ്ങളും പൂജാവിധികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രാചീനമായ മതസംവിധാനമായിരുന്നു ദ്രാവിഡ മതം. ദ്രാവിഡ സംസ്കാരം ഭാരതത്തിൽ വളരെ ശ്രേഷ്ഠമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആര്യ അധിനിവേശം ഉണ്ടാകുന്നത്. അധിനിവേശത്തിന് ശേഷം വൈദിക മതത്തിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാവുകയും ആര്യ ദ്രാവിഡ മതങ്ങൾ തമ്മിലുള്ള ഒരു വലിയ സങ്കലനം സംഭവിക്കുകയും ചെയ്തിട്ടാണ് ആധുനിക കാലത്തെ ഹിന്ദുമതം തന്നെ രൂപപ്പെടുന്നത്. അപ്പോൾ ഹിന്ദുമതത്തിൽ ഇപ്പോൾ നാം അറിയുന്നത് പോലെ ഒരു മോക്ഷത്തിന് വേണ്ടിയുള്ള ബഹുവിധമായ പദ്ധതികൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ജനകീയമായ ധാരാളം ആധ്യാത്മിക പദ്ധതികളുള്ള ഒരു മതമാണ് ഹിന്ദുമതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏതു മാർഗം സ്വീകരിച്ചാലും അതെല്ലാം മോക്ഷത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സങ്കല്പം അതിൽ നമുക്ക് കാണാം. അപ്പോൾ ധാരാളം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുവെങ്കിലും അതെല്ലാം ഏക ദൈവ സങ്കല്പത്തിൻ്റെ ബഹുവിധ രൂപങ്ങളാണ് എന്ന് ഋഗ്വേദത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹിന്ദുമതം, അതുപോലെ തന്നെ ദ്രാവിഡ മതം, ആര്യമതം, അത് രണ്ടും കൂടെ ഉള്ള സങ്കലനത്തിലുള്ള ഹിന്ദുമതം, പിന്നീട് ഭാരതത്തിലെ പ്രധാന മതമാണ് സിഖ് മതം, പിന്നീട് ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം, സൊറവാസ്ട്രിനിസം, ഈ മതങ്ങളിലെല്ലാം ബഹുവിധങ്ങളായ ചിന്താ പദ്ധതികളും മോക്ഷത്തിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മതം മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കർമ്മമാർഗമാണ്. അപ്പോൾ മനുഷ്യൻ കർമ്മം ചെയ്യുക, ആചാര്യന്മാരുടെ വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് മോക്ഷത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ക്രിസ്തുമാർഗം കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരികയും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള യാഗം സ്വയം അർപ്പിക്കുകയും ചെയ്തു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇനിയും യാതൊരു കർമ്മ പദ്ധതികളും ശേഷിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മനുഷ്യന് പാപങ്ങളുടെ മോചനം ലഭിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് സുവിശേഷം മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ക്രിസ്തീയ ആരാധനയിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് യഹൂദ മത പശ്ചാത്തലമാണ്. യഹൂദ മതത്തിൽ ഉണ്ടായിരുന്ന ആരാധനാ സംവിധാനങ്ങൾ, അവരുടെ ന്യായപ്രമാണ വിധികൾ, അവരുടെ മോശിക ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം അതിൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. അപ്പോൾ ദൈവം ഒരു വിശുദ്ധനായി ഇസ്രയേൽ ജനതയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും അവരുടെ നടുവിൽ അവൻ വസിക്കേണ്ടതിന് വേണ്ടി ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ഉണ്ടാക്കിയ ഒരു മന്ദിരമാണ് സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വസിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ ദൈവിക ചിന്തകളും നൽകുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള പുരോഹിതന്മാരുണ്ട്, യാഗവിധികളുണ്ട്, ലേവ്യ പൗരോഹിത്യം അവിടെ നിലനിൽക്കുന്നു, 5 വിധ യാഗങ്ങൾ, അതുപോലെ തന്നെ ഒരു പാപപരിഹാര ദിവസത്തിലുള്ള ഒരു മഹായാഗം, ഇതെല്ലാം പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമം മുമ്പോട്ട് വയ്ക്കുന്ന ആരാധന എന്ന് പറയുന്നത് ദൈവാലയ കേന്ദ്രീകൃതമായ ആരാധനയാണ്. ഈ സമാഗമന കൂടാരത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ശലോമോന്റെ കാലത്തുള്ള ദേവാലയം പണിയുന്നു. അതിനുശേഷം ആ ദേവാലയം നശിപ്പിക്കപ്പെടുകയും സെരുബാബേലിൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും അത് പുതുക്കിപ്പണിയുകയും ആ ദേവാലയം പിന്നീട് ഹെരോദാവ് പുതുക്കിപ്പണിഞ്ഞതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യെരുശലേമിൽ ഉണ്ടായിരുന്ന ദേവാലയം. ആ ദേവാലയം AD 70 റോമൻ സൈന്യത്താൽ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ബാബേൽ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ ജനം പോയിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയും ജനമെല്ലാം പിടിക്കപ്പെടുകയും ചെയ്ത് അവര് പ്രവാസത്തിലേക്ക് പോയ കാലഘട്ടത്തിൽ അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി ദേവാലയമില്ലാതെയാകുന്നു, യാഗങ്ങൾ കഴിക്കുവാനുള്ള സംവിധാനമില്ലാതെയാകുന്നു. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, ഞങ്ങളുടെ ഉപകരണങ്ങളെ, ഞങ്ങളുടെ വീണകളെ ഞങ്ങൾ വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടു, ഞങ്ങൾ വിലപിച്ചു എന്നൊക്കെ പറയുന്ന സങ്കീർത്തന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും പ്രവാസ കാലഘട്ടത്തിലും പ്രവാസാനന്തര കാലഘട്ടത്തിലുമാണ് ദേവാലയ കേന്ദ്രീകൃതമായിരുന്ന ആരാധനാ സംവിധാനം സിനഗോഗ് കേന്ദ്രീകൃതമായി മാറി. അത് ചെറിയ ചെറിയ കൂട്ടങ്ങളായി മാറുന്നു. ആ കാലഘട്ടത്തിൽ ശാസ്ത്രിമാരുണ്ടാകുന്നു. ശാസ്ത്രിമാർ ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരും വായിക്കുന്നവരുമായിരുന്നു, അത് വ്യാഖ്യാനിക്കുന്നവരായിരുന്നു. എസ്രായുടെ കാലഘട്ടമൊക്കെ നമുക്കറിയാം. എസ്രാ ശാസ്ത്രി ന്യായപ്രമാണം പഠിപ്പിക്കുന്നു, വായിച്ച് കേൾപ്പിക്കുന്നു. ജനമൊക്കെ ആ ദൈവത്തിൻ്റെ വിധികൾ കേട്ട് കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാനും കഴിയും. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ദൈവാലയത്തിന് വെളിയിലുള്ള ആരാധന ആരംഭിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകമായ സംവിധാനമാണ്. അവിടെ യാഗവിധികളില്ല, അവിടെ പുരോഹിതന്മാരില്ല, അവിടെ ന്യായപ്രമാണത്തിൻ്റെ വായന, ദൈവാരാധനയുടെ ഗാനങ്ങൾ, പ്രബോധനങ്ങൾ, പ്രാർത്ഥനാർപ്പണങ്ങൾ, ആ രീതിയിലുള്ള ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നത് പ്രവാസത്തിനും പ്രവാസാനന്തര കാലഘട്ടത്തിലുമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യെരുശലേമിൽ, പലസ്തീനിൽ തന്നെ 6000-ലധികം സിനഗോഗുകൾ പലയിടങ്ങളിലായി ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ചെറിയ ചെറിയ ആരാധനാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പം ദേവാലയം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ സിനഗോഗിലുള്ള ആരാധന ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു കവർനഹൂമിലെ സിനഗോഗിലേക്ക് ചെന്ന് അവിടെ പുസ്തകം തുറന്ന് വായിച്ച ഭാഗമൊക്കെ നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം അവർ ഒരുമിച്ച് കൂടി വന്ന ശേഷം ആരാധനാ സംവിധാനങ്ങൾ ആരംഭിച്ചപ്പോൾ അവർക്ക് ദേവാലയ കേന്ദ്രീകൃതമായ ആരാധനയായിരുന്നില്ല, മറിച്ച് സിനഗോഗിൻ്റെ ഒരു പശ്ചാത്തലവും പാരമ്പര്യവുമുള്ള ഒരു സംവിധാനത്തിലാണ് അവരുടെ ആരാധന ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനും കഴിയും. അപ്പോൾ ക്രിസ്തീയ ആരാധന എന്ന് പറയുന്നത് ദൈവാലയ കേന്ദ്രീകൃതമായ ആരാധനയല്ല, മറിച്ച് ആത്മാവിലും സത്യത്തിലും ഉള്ള ആരാധനയാണ് എന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക. അപ്പം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സംഘമാണ് ക്രിസ്ത്യാനികൾ. അവരുടെ ആരാധന എന്ന് പറയുന്നത് മറ്റ് ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംവിധാനമായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ ആരാധന വൈവിധ്യങ്ങളാർന്ന ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് കൂപ്പുകുത്തിപ്പോയി. സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, രാജകീയമായ ഒരു മതസംവിധാനം ഉണ്ടാവുകയും പൗരോഹിത്യത്തിൻ്റെ വലിയ കടന്നുകയറ്റം ഉണ്ടാവുകയും വിഗ്രഹാരാധന തുടങ്ങിയുള്ള ധാരാളം ദുരുപദേശങ്ങൾ ക്രിസ്തീയ സഭയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന നവീകരണത്തിന് ശേഷമാണ് സഭ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് വരികയും ദൈവവചനത്തിലേക്ക് മടങ്ങി വരികയും ആരാധനാ സംവിധാനങ്ങൾ വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഈ നവീകരണത്തിന് ശേഷം ഉണ്ടാകുന്ന സഭാ സംവിധാനത്തിന് ശേഷം ഒരു മിഷണറി യുഗം ഉണ്ടാകുന്നു. മിഷണറി യുഗത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഉണർവിൻ്റെ കാലഘട്ടം ഉണ്ടാകുന്നു. കരിസ്മാറ്റിക് യുഗം ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിന്മുറക്കാരായിട്ടാണ് ഇന്ന് ഇവിടെ കാണുന്ന ആരാധനാ സംവിധാനങ്ങളൊക്കെ ബലപ്പെട്ടു വന്നത്, രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഉള്ള ഒരു വലിയ പ്രശ്നം ആരാധനയുടെ അന്തസത്ത നഷ്ടപ്പെടുത്തുകയും ആരാധനാ സംവിധാനങ്ങളുടെ എല്ലാ നിയമാവലികളും കാറ്റിൽ പറത്തുകയും ചെയ്ത ശേഷം ഒരു വലിയ പ്രകടനമായി, ഒരു വലിയ പെർഫോമൻസായി ആരാധന രൂപാന്തരപ്പെട്ടു വന്നു കഴിഞ്ഞു. ആളുകൾക്ക് ആരാധന എന്ന് പറഞ്ഞാൽ അത് ഒരു ഗാന ആലാപനമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പെർഫോമൻസോ ആയി മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നു കഴിഞ്ഞു. അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ആരാധനയുടെ അർത്ഥമാണ്. ആരാധനയെ മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു. ആരാധന എന്ന് പറയുന്നത് ഒരു ബഹളമായി മാറുന്നു. ആരാധന എന്ന് പറയുന്നത് സ്റ്റേജുകളെ കേന്ദ്രീകരിച്ചുള്ള എന്തോ ചില സംവിധാനങ്ങളായി മാറുന്നു. അവിടെ ദൈവാരാധനയുടെയോ ഭക്തിയുടെയോ ഒരു അനുഭവം ഇല്ലാതെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്ന ആരാധന എന്താണ്, ആരാധന സംവിധാനത്തിലേക്ക് നാം എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്, നമ്മുടെ ആരാധനകളിൽ ആത്മാവിലും സത്യത്തിലും നാം ആരാധിക്കണം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ ആരാധന സംവിധാനങ്ങളെയും ദൈവവചനത്തിലേക്ക് നാം മടക്കി കൊണ്ടുവന്ന് ആരാധനയെ ശക്തിപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, അവർ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും. ദൈവത്തിൻ്റെ സഭയ്ക്കുള്ള 2 പ്രധാന ദൗത്യങ്ങളാണ്. 1 കർത്താവിനെ ആരാധിക്കുക, 2 കർത്താവിൻ്റെ സാക്ഷികളാകുക. 1 ആരാധനയും മറ്റൊന്ന് സാക്ഷി ജീവിതവുമാണ്. അപ്പം ഇത് രണ്ടും സഭ വളരെ ബാലൻസ്ഡായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ആരാധനയിൽ ശക്തിപ്പെടുന്ന സഭ കർത്താവിനെ സാക്ഷിക്കുവാൻ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ 2 ഘടകങ്ങളും സഭയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ച്, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണം എന്നാണ്. അപ്പോൾ ആരാധനയ്ക്കുള്ള ഒരു നിർവചനം എന്താണ്? ആരാധനയ്ക്കുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ ചർച്ച് എങ്ങനെയാണ് കർത്താവിനെ ആരാധിച്ചത്? അതിനു മുമ്പുണ്ടായിരുന്ന പുരാതന സഭ, ആരംഭ സഭ എങ്ങനെയാണ് കർത്താവിനെ ആരാധിച്ചത്? ആ സഭയുടെ ആന്തരിക ജീവിതം എങ്ങനെയായിരുന്നു? ഇതൊക്കെയാണ് നാം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തുടർന്നുള്ള പഠനങ്ങളിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഒരു കാര്യം വാസ്തവമാണ്, ആദിമസഭയുടെ ആരാധനയിൽ പ്രാധാന്യം എന്ന് പറയുന്നത് മനുഷ്യനായിരുന്നില്ല, മറിച്ച് കർത്താവിനായിരുന്നു. അവർ കർത്താവിനെ ആരാധിക്കുവാനാണ് ഒരുമിച്ച് കൂടിയത്. കർത്താവിനെ അവർ ആരാധിക്കുവാൻ ഒരുമിച്ച് കൂടി വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പം നുറുക്കി ആരാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അപ്പം നുറുക്കി ആരാധിച്ചു വന്ന അവർ ഈ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും കർത്താവിൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നു എന്ന രഹസ്യ സങ്കേതങ്ങളിൽ അവർ ഉച്ചരിച്ചുകൊണ്ട് ഈ ആരാധന അർപ്പിച്ചപ്പോൾ, ഈ ആരാധന മുമ്പോട്ട് പോയപ്പോൾ റോമൻ ചാരന്മാർ വന്ന് അവരെ ഉറ്റുനോക്കുകയും അവരെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത അപവാദം എന്ന് പറയുന്നത് അവർ നരഭോജികളാണ്.
കാനിബാൽസ് ആണ്, മനുഷ്യന്റെ ശരീരം ഭക്ഷിക്കുകയും മനുഷ്യരക്തം കുടിക്കുകയും ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കേൾക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾ വന്ന് നോക്കിയ ശേഷമായിട്ട് ആദിമ ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞത് അവർ എത്രയധികം തമ്മിൽ സ്നേഹിക്കുന്നു, എത്രയധികം സ്നേഹമാണ് അവർക്കുള്ളത്, അവർ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലിക കാലത്തുണ്ടായിരുന്ന സഭയുടെ ആന്തരിക ജീവിതം, ആരാധനാ ജീവിതം, അവരുടെ ആത്മാവിലുള്ള നടത്തിപ്പ്, അപ്പോസ്തലിക ഉപദേശത്തിലുള്ള നിലനിൽപ്പ്, ഇതൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ ഉറവിടം എന്ന് പറയുന്നത്. അത് തിരുവെഴുത്തുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിമ നൂറ്റാണ്ടുകളിലെ സഭയുടെ ചരിത്രത്തിൽ അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആ ഒരു നിലപാടിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു വസ്തുതയെയും നമുക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും കർത്താവിനെ കേന്ദ്രബിന്ദുവാക്കി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആരാധനാ സംവിധാനത്തിലേക്കാണ് നാം മടങ്ങി വരേണ്ടത്. ആ ഒരു കാര്യത്തെക്കുറിച്ച്, ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് പഠിക്കാം. കർത്താവ് അതിനു വേണ്ടി നമ്മെ ധാരാളമായി സഹായിക്കട്ടെ.